നമസ്കാരം. ഗീതാസബരിയുടെ അടുത്ത പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായമായ കർമ്മയോഗത്തിൽ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്ത ചെയ്യുന്നത്. അർജുനൻ യുദ്ധഭൂമിയിൽ ശോകമോഹങ്ങൾ കൊണ്ട് തളർന്ന് തേർത്തട്ടിലിരിക്കുന്നു. ഒരു അധർമ്മത്തിനെതിരായി യുദ്ധം ചെയ്യുന്ന സോൾജിയറായ ക്ഷത്രിയനായ അർജുനനെ സംബന്ധിച്ച് യുദ്ധം ചെയ്യുക എന്ന സ്വധർമ്മം അത് അധർമ്മമായി തോന്നുന്നു. കാരണം താൻ സോൾജിയറാണെന്നുള്ള തോന്നൽ മറന്നുപോയിട്ട് ഈ ഭീഷ്മപിതാമഹൻ്റെ ഒരു കൊച്ചുമകനാണ് ഞാൻ, ഈ ദ്രോണാചാര്യരുടെ ഒരു അരിമ ശിഷ്യനാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് തൻ്റെ കർത്തവ്യം യഥാർത്ഥത്തിൽ അധർമ്മമാണ്, ഞാൻ ചെയ്യരുതാത്തതാണ് എന്ന് തോന്നുന്നു. യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിയുക എന്നതൊരിക്കലും ചെയ്യരുതാത്തതാണ്. ആ ചെയ്യരുതാത്ത കർത്തവ്യമാണ് ഇവിടെ ഞാൻ ചെയ്യേണ്ടത്, അതാണ് എൻ്റെ ഇപ്പോഴത്തെ കർത്തവ്യം എന്ന് തോന്നുന്നു. അധർമ്മത്തെ ധർമ്മമായി തോന്നുന്നു, അതുപോലെ ധർമ്മത്തെ അധർമ്മമായി തോന്നുന്നു. ഇങ്ങനെ മനസ്സിൽ ആകെ കൊഴിഞ്ഞു മറിഞ്ഞ് ഇരിക്കുകയാണ് അർജുനൻ. ഇതിൻ്റെ ഫലമായി തീവ്രമായ മാനസ സന്താപം, മനസ്സിൽ ദുഃഖമുണ്ടാകുന്നു. അങ്ങനെ ശരീരമൊക്കെ തളർന്നുപോയി. അങ്ങനെ കർമ്മത്തിലേർപ്പെടാൻ പറ്റാതെ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്കൊരു പരാജയം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു വിജയം നമുക്കുണ്ടായില്ല. ഇങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ചില രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ പല പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് പരാജയപ്പെട്ട് ദുർബലരായി നമ്മൾ ഇരുന്നു പോകുന്ന അവസ്ഥ, ഡിപ്രസ്ഡ് ആയിട്ടിരുന്നു പോകുന്ന അവസ്ഥ. ഭഗവത്ഗീത പറയുന്നു, ജ്ഞാനമാണ് ശരിയായ ആൻറ്റി ഡിപ്രസൻ്റ് എന്ന് പറയുന്നത്. ശരിയായ നമ്മുടെ ഡിപ്രഷൻ മാറ്റി നമ്മുടെ മനസ്സിനെ കർമ്മോന്മുഖമാക്കി തീർക്കാൻ ഏറ്റവും വേണ്ടത് ജ്ഞാനമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് ജ്ഞാനമായില്ല. ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം, ഭഗവത്ഗീതയെ സംബന്ധിച്ച് അവനവൻ്റെ ശരീര മനസ്സുകളെയും ആത്മാവിനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ആത്മാവെന്ന് പറയുന്നത് ഈ ശരീര മനസ്സുകളെ അറിയുന്ന ആ ഫാക്കൽറ്റിയാണ് ആത്മാവ്. തൻ്റെ ശരീരത്തെയും മനസ്സിനെയും അവയുടെ പ്രവർത്തനങ്ങളെയും അവയിലുള്ള സൂക്ഷ്മമായ ടെൻഡൻസികളെയും ഒക്കെ നോക്കിക്കാണാൻ, ആ സെൽഫ് ഒബ്സർവേഷനിലൂടെ നോക്കിക്കാണാൻ കഴിയുന്ന ആ ആത്മനിരീക്ഷണ ശക്തിയാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്. ആ അവനവനെ അറിയുന്ന ശക്തി, അതാണ് ക്ഷേത്രജ്ഞൻ എന്ന് ഭഗവത്ഗീത പറയുന്നത്. ആ ക്ഷേത്രജ്ഞനും ക്ഷേത്രവും തമ്മിലുള്ള വിഭാഗം, വേർതിരിവ്, അത് ആണ് ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചു തരുന്ന ജ്ഞാനം. ഈ ജ്ഞാനമുണ്ടാകുമ്പോഴാണ് ആത്യന്തിക ദുഃഖ നിവൃത്തിയായിട്ടുള്ള മോക്ഷം, ആത്യന്തിക സുഖമായിട്ടുള്ള മോക്ഷം. ഭഗവത്ഗീത പറയുന്ന പോലെ സുഖം ആത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം. ബുദ്ധിഗ്രാഹ്യവും, ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റുന്നതും ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ കിട്ടുന്നതുമായ ആ ആത്യന്തിക സുഖം, ആ ആത്യന്തിക സുഖം എങ്ങനെ കിട്ടുന്നു? ഈ ആത്മജ്ഞാനത്തിലൂടെ. ഞാൻ ദുഃഖകാരണമായ ശരീരമനസ്സുകളല്ല, ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ടാണ് എല്ലാ ദുഃഖങ്ങളും ഉണ്ടാകുന്നത്. ഞാൻ ഇവയെ നോക്കിക്കാണുന്ന, അറിയുന്ന ആത്മാവാണ് എന്ന ആ ഒരു തിരിച്ചറിവ്. അപ്പോൾ നമ്മൾ ഈ ദുഃഖകാരണമായ ശരീര മനസ്സുകളിൽ നിന്ന് നമ്മളൊരല്പം ഡിറ്റാച്ച് ചെയ്തിങ്ങനെ നിൽക്കും. ദുഃഖങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും, ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും, പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതാണ് ആഗമാപായിനഹ എന്ന് ഭഗവത്ഗീത പറയും. വന്നും പോയും ഇരിക്കുന്ന, അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ വന്നും പോയും ഇരിക്കുന്നതിനെയൊക്കെ നോക്കിക്കാണുന്ന, ഒരല്പം മാറി നിന്ന് അവയെയൊക്കെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഒരാളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഭഗവത്ഗീതയുടെ ഈ ഉപദേശം സഹായിക്കും. അതാണ് ഒരാളുടെ മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്ത് ഏത് ദുഃഖാവസ്ഥയിൽ പെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു കുളിർകാറ്റ് പോലെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ആ ഒരു സുഖാവസ്ഥയാണ്, ആ ഒരു ശാന്തിയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിച്ചേരാൻ ജ്ഞാനം ആവശ്യമാണ്. പക്ഷേ ഈ ജ്ഞാനമുണ്ടാകാൻ ഭഗവത്ഗീത പറയുന്നു, ഒരാൾ കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷ ന അശ്നുതേ
അതായത് കർമ്മങ്ങൾ ആരംഭിക്കാതിരിക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല, ഞാനിങ്ങനെ ആത്മജ്ഞാനിയാണ് എന്ന് പ്രിട്ടൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് ഈ ജ്ഞാനമുണ്ടാകുന്നില്ല. എന്നുവച്ച സന്യസനാദേവ, ഞാൻ ചെയ്യേണ്ടതായി എൻ്റെ കർത്തവ്യമായി വരുന്ന കർമ്മങ്ങളെ, അത് വീട്ടിലെ കർമ്മങ്ങളായാലും ശരി, നാട്ടിലെ കർമ്മങ്ങളായാലും ശരി, ഓഫീസിലെ കർമ്മങ്ങളായാലും ശരി, ഔദ്യോഗിക കർമ്മങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ളത്, അങ്ങനെ ഏതു തരത്തിലുള്ള കർമ്മങ്ങളായാലും ശരി, ഈ കർമ്മങ്ങളെയൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ആത്മജ്ഞാനിയാണ് എന്ന് പ്രിട്ടൻഡ് ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് ഈ ജ്ഞാനം ഉണ്ടാവുകയില്ല. എന്താ കാരണം? അയാൾ അങ്ങനെ വെറുതെ ഇരുന്നാലും അയാൾ യഥാർത്ഥത്തിൽ വെറുതെ ഇരിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത്. ഒരാൾക്ക് അകർമ്മകൃത്തായിട്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? പ്രകൃതിജമായ ഗുണങ്ങളാൽ, സത്വരജസ്തമോ ഗുണങ്ങളാൽ പ്രേരിതരായിട്ട്, ഉള്ളിലുള്ള വാസനകളിലൂടെ പ്രേരിതരായിട്ട് എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കർമ്മമൊന്നും ചെയ്യാതെ ഒരു ഞാനിങ്ങനെ ജ്ഞാനിയാണെന്ന് പ്രിട്ടൻഡ് ചെയ്തിരിക്കുന്നയാളെ മിഥ്യാചാരൻ എന്നാണ് വിളിക്കുന്നത്. ആ മിഥ്യാചാരൻ എന്നുള്ള വാക്കിന് ഭയങ്കര ശക്തിയാണ്. കാരണം ഇവിടെ നമ്മൾ അന്വേഷിക്കുന്നത് സത്യമാണ്. സത്യത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഈശ്വരൻ സത്യമാണ്, അല്ലേ? ആ സത്യമാകുന്ന ഈശ്വരനെ, സത്യമാണ് ആനന്ദം, ശാന്തി എന്ന് പറയുന്നത് സത്യമാണ്, അല്ലേ? സുഖം എന്ന് പറയുന്നത് സത്യമാണ്. സത്യത്തിലേ സുഖമുള്ളൂ. ഒരാൾ കള്ളം പറയാൻ തയ്യാറായാൽ അയാളുടെ സുഖം കഴിഞ്ഞു. കാരണം പിന്നെ ഈ കള്ളത്തെ ഒളിപ്പിക്കാൻ വേണ്ടി അടുത്ത കള്ളം പറയുക, പിന്നെ അടുത്ത കള്ളം പറയുക, ഇങ്ങനെ കള്ളങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ ബിൽഡപ്പ് ചെയ്ത് അയാളുടെ സുഖം നശിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ സുഖം എന്ന് പറയുന്നത് സത്യമാണ്. ഇങ്ങനെ സത്യത്തെ അന്വേഷിക്കുന്ന, ആത്യന്തിക സുഖം അന്വേഷിക്കുന്ന, സത്യത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി മിഥ്യാചാരനായാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു. അതിൻ്റെ കോൺട്രാസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യവും മിഥ്യയും, മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത, കള്ളത്തരം എന്നർത്ഥം. മിഥ്യയെ ആചരിക്കുന്നവൻ അല്ലെങ്കിൽ മിഥ്യയായ ആചരണത്തോടു കൂടിയവൻ, സത്യസന്ധത ഇല്ലാത്ത ആചരണത്തോടു കൂടിയവൻ എന്നർത്ഥം. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഒരാൾ മാറും. കാരണം എന്താണ്? അയാൾ യഥാർത്ഥത്തിൽ അവിടെ സത്യസന്ധമായി നിഷ്ക്രിയനാവുന്നില്ല. പകരം അയാളുടെ നിയന്ത്രണത്തിലല്ലാതെ അയാളുടെ ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിനും മറ്റിന്ദ്രിയങ്ങൾക്കും ഉള്ള സ്വതവേ ഉള്ള ആ ഒരു വാസനയ്ക്കനുസരിച്ച് അതിങ്ങനെ നിരന്തരം പ്രവർത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഫലമായി ഞാനിങ്ങനെ ജ്ഞാനിയാണെന്ന് പ്രിട്ടൻഡ് ചെയ്തിരുന്നാൽ അയാൾ യഥാർത്ഥത്തിൽ മിഥ്യാചാരനാണ് എന്ന് ഭഗവത്ഗീത പറയുന്നു. വളരെ സൂക്ഷ്മമായ ഒരു ഒബ്സർവേഷനാണിത്. നോക്കൂ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യത്തെ. ഓരോ വാക്കിൻ്റെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര ആഴത്തിലുള്ള ഒരു മനഃശാസ്ത്രജ്ഞാനമാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കിക്കോളൂ. കർമ്മേന്ദ്രിയാണി സംയമ്യ, കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കാതെ വെറുതെ വെച്ചോണ്ട്, കർമ്മത്തിൽ ഉപയോഗിക്കാതെ വെറുതെ വെച്ചോണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, കർമ്മത്തിൽ ഉപയോഗിക്കാതെ. കർമ്മേന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാണുള്ളത്. കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക് ആണ് ഏറ്റവും ശക്തമായ കർമ്മേന്ദ്രിയം. വാഗിന്ദ്രിയം, അതായത് ഈ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം മുഴുവൻ തന്നെ, സംസാരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം മുഴുവൻ തന്നെ, നമ്മുടെ വോക്കൽ കോഡ്, നാവ്, അതുപോലെ പല്ലുകൾ, ചുണ്ട്, അതിലൂടെ ഇങ്ങനെ ശ്വാസം കടത്തിവിടുക, നാസലായിട്ടുള്ള സൗണ്ട് കൊണ്ട്, അങ്ങനെ ഇതെല്ലാം കൂടെ ഉപയോഗിക്കുന്ന ആ വാഗിന്ദ്രിയം, അതാണ് ഒരു കർമ്മേന്ദ്രിയം. അതാണ് ഏറ്റവും ശക്തമായ കർമ്മേന്ദ്രിയം. നമ്മുടെ ഉള്ളിലുള്ള ആശയം നമ്മൾ മറ്റൊരാളോട് പറയാൻ, ആ മറ്റൊരാളെ അടിക്കാൻ, മറ്റൊരാളെ സ്നേഹിക്കാൻ, മറ്റൊരാൾക്ക് അറിവ് കൊടുക്കാൻ, മറ്റൊരാൾക്ക് ജീവിതകാലം മുഴുവൻ ഓർക്കാൻ പാകത്തിനുള്ള അയാളിലേക്ക് പകർന്നു കൊടുക്കാൻ ഒക്കെ ഇതിന് പറ്റും. ആത്യന്തികമായി ഒരാളെ മുക്തിയിലേക്ക് നയിക്കാനും ഈ ഇന്ദ്രിയത്തിന് പറ്റും. അപ്പം അതുകൊണ്ട് ഈ വാഗിന്ദ്രിയം എന്ന് പറയുന്നതാണ് ഏറ്റവും ശക്തമായ കർമ്മേന്ദ്രിയം. പിന്നെ കയ്യ്, പിന്നെ കാല്, പിന്നെ ലൈംഗിക ഉപകരണം, പിന്നെ വിസർജന ഉപകരണം. ഇങ്ങനെ 5 എണ്ണമാണ്
കർമ്മേന്ദ്രിയങ്ങൾ. ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മം ചെയ്യാതെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വാക്കുകൊണ്ടോ കൈകൊണ്ടോ കാലുകൊണ്ടോ ഒക്കെ കർമ്മം ചെയ്താലേ നമുക്കൊക്കെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഒരു കർമ്മവും ചെയ്യാതെ, അതാണ് കർമ്മേന്ദ്രിയാണി സംയമ്യ, ഞാൻ ജ്ഞാനിയാണെന്നൊക്കെ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട്, ഞാൻ ഇങ്ങനെ ശാന്തി അനുഭവിക്കുകയാണെന്നൊക്കെ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ അടക്കി വയ്ക്കുകയാണ്. പക്ഷേ യഹ ആസ്തേ, യാതൊരുവൻ ഇരിക്കുന്നുവോ, യഹ ആസ്തേ മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ, മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥങ്ങളെ, നല്ല നല്ല ദൃശ്യങ്ങളെ, നല്ല നല്ല ശബ്ദങ്ങളെ, നല്ല നല്ല സ്മെല്ലിനെ, നല്ല നല്ല ടേസ്റ്റിനെ, നല്ല നല്ല സ്പർശങ്ങളെ ഒക്കെ മനസ്സുകൊണ്ടിങ്ങനെ സ്മരിക്കുകയാണ്. കാരണം എന്താണ്? അയാളുടെ മനസ്സിന് ഇതൊക്കെ സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞില്ലേ എന്താണ്? ആ പ്രകൃതിജൈഹി ഗുണൈഹി അവശഃ, പ്രകൃതിജമായ ഗുണങ്ങളാൽ പ്രേരിതനായിട്ട് തൻ്റെ വാസന കൊണ്ട് മനസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അറിയാതെ പോവുകയാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി ഒരു പുസ്തകവും ഒക്കെ എടുത്തുകൊണ്ട് ഇരുന്നാൽ അപ്പം നമ്മുടെ മനസ്സിലേക്ക് വേറെ ചിത്രങ്ങൾ വരും, ഒരാവശ്യമില്ലാത്ത ചിത്രങ്ങൾ വരും. ചുരുക്കം പറഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല എന്നർത്ഥം. കാരണം ഈ ചിത്രങ്ങൾ വന്നിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും നമ്മുടെ ഉള്ളിൽ. അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ വരും, ഈ നേരത്തെ നമ്മൾ കേട്ടനുഭവിച്ച ചില ശബ്ദങ്ങൾ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത് മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ. അപ്പം അയാൾ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ജനങ്ങൾ കാണുന്നില്ലല്ലോ ഇയാൾ സ്മരിക്കുന്നത് എന്താണെന്ന്. ഇയാളുടെ മനസ്സിലല്ലേ കിടക്കുന്നത്. അത് അയാൾക്കേ കാണാൻ കഴിയുള്ളൂ. അയാൾക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അതിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അയാളും അത് കാണുന്നില്ല. അയാളും തൻ്റെ മനസ്സിങ്ങനെ പല പല വിഷയങ്ങളിലേക്ക് പോകുന്നത് അയാളും കാണുന്നില്ല. അപ്പം അതാണ് മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ. അയാൾ വിമൂഢാത്മാവാണ്. വിമൂഢാത്മാവെന്ന് പറഞ്ഞാൽ വിമൂഢമായ മനസ്സോട് കൂടിയവൻ. വിമൂഢം എന്ന് പറഞ്ഞാൽ അവിവേകത്തോടു കൂടിയ മനസ്സ്. അവിവേകമാണ് മോഹം. നമ്മൾ നേരത്തെ പറഞ്ഞു മോഹം എന്ന് പറഞ്ഞാൽ അവിവേകം എന്നാണ് അർത്ഥം, തിരിച്ചറിവില്ലായ്മ. അതായത് ശരിയായ അവസ്ഥ എന്ത്, തെറ്റായ അവസ്ഥ ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരാളുടെ ഉള്ളിലുള്ള അവിവേകം അഥവാ മോഹം. മോഹമുള്ളവനാണ് മൂഢൻ. അങ്ങേയറ്റം തിരിച്ചറിവില്ലാത്തവനാണ് വിമൂഢൻ. അങ്ങേയറ്റം അയാൾ ഓരോരോ വിഷയത്തിലും അയാൾക്ക് മൂഢതയുണ്ട്. അങ്ങനെ ഏത് വിഷയത്തിലും മൂഢതയുള്ള ഒരു വിമൂഢൻ, ഏത് വിഷയത്തിലും തിരിച്ചറിവില്ലാത്തവൻ. അതായത് ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കള്ളത്തരമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത, ഇതൊക്കെ ചെറുപ്പക്കാരുടെ അവസ്ഥയാണ്. നമ്മൾ ആലോചിച്ചാൽ അറിയാം. ഈ ചെറുപ്പക്കാർ നമ്മുടെ ഈ വിദ്യാലയങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പം അവർ വിചാരിക്കുന്നത് അവർ ഏറ്റവും വലിയ സ്റ്റാറാണെന്നാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് അവർ ലോകത്തെ മുഴുവൻ ഇപ്പം മാറ്റിമറിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നിട്ട് ചെയ്യുന്നതോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പല പല പ്രവൃത്തികളുമാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? അവർ വിചാരിക്കുന്നു അപ്പം അതാണ് ശരിയെന്ന്. അതാണ് വിമൂഢാത്മാ. അവരുടെ മനസ്സ് തെറ്റിദ്ധരിക്കുന്നു. ശരിയായ അറിവല്ല മനസ്സിനുണ്ടാകുന്നത്, തെറ്റായ അറിവുണ്ടാകുന്നു. അതാണ് മോഹം. ആ മോഹമുള്ളവൻ മൂഢൻ, അത് അങ്ങേയറ്റമുള്ളവൻ വിമൂഢൻ. അപ്പോൾ അതാണ് വിമൂഢാത്മാ, വിമൂഢമായ മനസ്സോട് കൂടിയവൻ. അങ്ങനെയുള്ളയാളെ മിഥ്യാചാര സ ഉച്യത്തെ, അയാളെ മിഥ്യാചാരൻ എന്ന് വിളിക്കാം. മിഥ്യയായ ആചാരത്തോടു കൂടിയവൻ. മിഥ്യയായ എന്ന് പറഞ്ഞാൽ സത്യസന്ധതയില്ലാത്ത, തികച്ചും കള്ളത്തരമായ. അയാൾ ചെയ്യുന്നത് കള്ളത്തരമാണ്. അയാൾ ഞാൻ ജ്ഞാനിയാണ്, ഞാൻ ശാന്തി അനുഭവിക്കുന്നു, മുഖത്തൊക്കെ ഇങ്ങനെ പുഞ്ചിരിയൊക്കെ വരുത്തിയിട്ടുണ്ടാകും. പക്ഷേ ആക്ച്വലി അയാളുടെ ഉള്ളിൽ അയാളുടെ മനസ്സ് പല പല വിഷയങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലേക്ക് അയാളുടെ മനസ്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ മിഥ്യാചാരനാണ്. അയാൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ കളിപ്പിക്കുന്നു എന്നല്ല, അഥവാ മറ്റുള്ളവരോട് കള്ളത്തരം കാണിക്കുന്നു എന്നല്ല, അയാളോട് തന്നെ കള്ളത്തരം കാണിക്കുന്നു. അതാണ് പ്രധാനം. അയാൾക്ക് തന്നെയുള്ള വളർച്ചയെ ഈ തെറ്റായ
ഈ കാപട്യം കൊണ്ട് അയാളുടെ തന്നെ വളർച്ചയെ അയാൾ ഇല്ലാതെയാക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വികാസമാണ് ലക്ഷ്യം. ഒരാൾ ഈ ആത്യന്തിക ദുഃഖനിവൃത്തിയിലേക്ക്, ആത്യന്തിക സുഖാനുഭവത്തിലേക്ക് വളരണം. അതെങ്ങനെ വളരും? ചിത്തശുദ്ധി കൊണ്ട്. അത് സത്യസന്ധമായിട്ടേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഈ ഭഗവത്ഗീതയുടെ യോഗമാർഗത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വശം. നമ്മൾ ഏത് അവസ്ഥയിലാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ്, അതാണ് ആ സ്വയം അവനവനെ നിരീക്ഷിച്ചറിയുക എന്നുള്ളതാണ് ഇവിടെ സത്യസന്ധമായി. അതിനീ പറയും, അടുത്ത ശ്ലോകത്തിൽ അത് പറയും. അങ്ങനെ അവനവനെ തന്നെ സത്യസന്ധമായി നിരീക്ഷിച്ചറിഞ്ഞ് അവനവൻ ഏതവസ്ഥയിലാണോ, അവനവൻ്റെ മനസ്സ് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്ന് കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ധ്യാനയോഗത്തിൽ ഏർപ്പെട്ടുകൊണ്ട്, അതേപോലെ ഭക്തിയോഗത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ക്രമേണ അയാൾ വികസിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. സത്യസന്ധമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു പ്രോസസ്സ്. ഈ ലോകത്തൊരാളും പരിപൂർണ ശുദ്ധനായിട്ട് പരിപൂർണമായ ഹൃദയശുദ്ധിയോടുകൂടി ജനിക്കുന്നില്ല. വലിയ വലിയ യോഗികൾ പോലും അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഹൃദയശുദ്ധി ഉണ്ടായി സാക്ഷാത്കാരമുണ്ടാകുന്ന സന്ദർഭത്തിൽ അതിനു മുമ്പുള്ള ആ ഒരു വാസനകൾ അവരനുഭവിച്ച് തീർക്കണം. അവരുടെ ജീവിതത്തിൽ ആ വാസനകൾ അനുഭവിച്ച് തീർക്കണം. അങ്ങനെ എല്ലാ മനുഷ്യനും വാസനകളോടുകൂടിയാണ് ജനിക്കുന്നത്. അതുകൊണ്ട് ആ വാസനകളെ തിരിച്ചറിഞ്ഞ് എൻ്റെ വാസനകൾ ഏതാണ്, അത് ഓരോ മനുഷ്യൻ്റെയും വാസന വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സ് വേറെ വേറെയാണ്. അപ്പോൾ എൻ്റെ മനസ്സ് ഏതാണെന്ന് ഞാൻ സ്വയം നിരീക്ഷിച്ചറിയണം. അതിനാണ് ഭഗവത്ഗീത ഈ ക്ഷേത്രജ്ഞ വിഭാഗജ്ഞാനം, ഞാൻ എൻ്റെ തന്നെ നിരീക്ഷകനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അതിനാണ്. അങ്ങനെ എൻ്റെ തന്നെ നിരീക്ഷകനായി ഞാൻ ഏതവസ്ഥയിലാണെന്ന് സത്യസന്ധനായി ഞാൻ എന്നെ നിരീക്ഷിച്ച് ആ അവസ്ഥയിൽ നിന്ന് ക്രമേണ എന്നെ ശുദ്ധീകരിച്ച് വരുന്ന ആ ഒരു സത്യസന്ധമായ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഭഗവത്ഗീതയുടെ യോഗം. എന്താണ് ആ യോഗം എന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. ഇവിടെ മിഥ്യാചാരനാകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അതായത് കർമ്മേന്ദ്രിയാണി സംയമ്യ, കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കാതെ വെച്ചുകൊണ്ട് യഹ ആസ്തേ മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ, ഇന്ദ്രിയാർത്ഥങ്ങളെ, ഇന്ദ്രിയ വിഷയങ്ങളെ മനസ്സുകൊണ്ടിങ്ങനെ തൻ്റെ മനസ്സിലേതാണോ ഇഷ്ടം, താല്പര്യം, ആ വിഷയത്തിലേക്കാണ് മനസ്സ് പോവുക. പിടിച്ചാലും നിൽക്കില്ല. പിടിച്ചാൽ അതിലൂടെ മനസ്സങ്ങ് പോകും. അപ്പം അങ്ങനെയാണ് മനസ്സ്. അതുകൊണ്ട് മനസ്സിനെ അങ്ങനെയൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം ആ ഇന്ദ്രിയാർത്ഥങ്ങളിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ പോയി അതിനെ ഇങ്ങനെ മനസ്സ് സ്മരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അയാൾ വിമൂഢാത്മാവാണ്. അയാൾ അറിയുന്നില്ല എൻ്റെ മനസ്സിങ്ങനെ പോകുന്നു എന്ന്. കാരണം അയാളുടെ ഈ കാപട്യത്തിൻ്റെ ശക്തി കൊണ്ട് അയാൾ വിമൂഢാത്മാവാണ്, മോഹം നിറഞ്ഞ മനസ്സോടുകൂടിയവനാണ്. അയാൾ മിഥ്യാചാരനാണ്, മിഥ്യയെ ആചരിക്കുന്നവനാണ്. അതുകൊണ്ട് അയാൾക്കൊരിക്കലും സത്യത്തെ കണ്ടെത്താൻ കഴിയില്ല. സത്യത്തെ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? മിഥ്യാചാരനാകാതെ എങ്ങനെ ഒരു കർമ്മയോഗിയായിത്തീരാം, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സൂചിപ്പിക്കുന്നത്. ഇനി അങ്ങനെ ഒരു ടീച്ചിങ് മെത്തഡോളജിയാണിത്. ഇനി അടുത്ത ശ്ലോകത്തിൽ അതെന്താണെന്ന് ശ്രീ ഭഗവാൻ പറയുകയാണ്. ഗീതാസവരിയുടെ തുടർ എപ്പിസോഡുകളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.